അടുത്ത കാലം വരെ നടന്നിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഹിസ്റ്ററി എഴുതിയിരിക്കുന്നത്. നമ്മൾ കൂടുതലും പഠിക്കുന്നത് ബ്രിട്ടീഷ് ഹിസ്റ്ററിയാണ്. ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് നമ്മുടെ ഭാരതം എങ്ങനെയായിരുന്നു, മുഗളന്മാർ വന്നപ്പോൾ നമ്മുടെ ഭാരതം എങ്ങനെയായിരിക്കും. പക്ഷെ അത് ലിമിറ്റഡ് വെർഷനാണ് ഹിസ്റ്ററിയുടെ. നമ്മുടെ ഭാരതീയ ഹിസ്റ്ററി എന്തായിരുന്നു എന്നറിയണമെങ്കിൽ മഹാഭാരതവും രാമായണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് യഥാർത്ഥ ഹിസ്റ്ററി. അതായിരുന്നു നമ്മുടെ റിയൽ ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണല്ലോ മഹാഭാരതം എന്നത് ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ഇന്ത്യ, ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ഇന്ത്യൻസ്. അതായിരുന്നു നമ്മുടെ മഹാഭാരതം. പക്ഷേ നമ്മൾ യങ് ജനറേഷൻ പഠിക്കുന്നതെല്ലാം എന്താണ്, നമ്മൾ എന്താണോ പഠിക്കാൻ നമ്മളെ നിർബന്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളങ്ങ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കുറേ കാലം മുഗളന്മാർ ഭരിച്ചു, കുറേ കാലം പിന്നെ ബ്രിട്ടീഷുകാർ ഭരിച്ചു, പിന്നെ ഇപ്പോൾ ഒരുവിധം നന്നായി വരുന്നു, സ്വന്തം കാലം നിൽക്കാൻ പഠിച്ചു വരുന്നു. അന്നേരം അതിനു മുമ്പ് എന്ത് വരുന്നു, കാലൊന്നും ഇല്ലായിരുന്നോ? നമ്മൾ അത്രയ്ക്ക് അധപ്പതിച്ച് കിടന്ന ഇന്ത്യയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ബ്രിട്ടീഷുകാരും മുഗളന്മാരും ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുന്നത്? നമ്മളോട് ഔദാര്യം കാണിക്കാൻ വേണ്ടിയാണ്? അല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം നമ്മൾ ഈ പഠിക്കുന്ന ഹിസ്റ്ററി ഒന്നും യഥാർത്ഥ ഹിസ്റ്ററി അല്ല. നമ്മളാകെ പഠിക്കുന്ന എല്ലാം എന്തുവാണ്, ഇവിടുത്തെ റെവല്യൂഷൻ, അവിടുത്തെ റെവല്യൂഷൻ. നമ്മുടെ ഇവിടെ ഒന്നും റെവല്യൂഷൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. സത്യം പറഞ്ഞത് വിപ്ലവത്തിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാം കറക്റ്റാണ്. വിപ്ലവം എവിടെ ആവശ്യം? അനീതി അധർമ്മത്തിനെതിരെയാണ് വിപ്ലവത്തിൻ്റെ ആവശ്യം. ഇവിടെ വിപ്ലവത്തിൻ്റെ ആവശ്യമില്ലെന്ന്, എല്ലാം അടിപൊളിയായിട്ട് നടക്കുമായിരുന്നു. അനീതി അധർമ്മമാണെങ്കിൽ മാത്രമല്ലേ റെവല്യൂഷൻ്റെ ആവശ്യമുള്ളൂ. അന്നേരം കുറേ വിപ്ലവത്തെക്കുറിച്ച് വിപ്ലവകാരികളുടെ മാത്രം ഹിസ്റ്ററി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇതിലൊന്നും ഒരു കാര്യമില്ല, അല്ലേ? അന്നേരം നമ്മൾ കുറച്ചും കൂടെ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, പക്ഷെ നമ്മൾ എന്താണ് ആ ശാസ്ത്രങ്ങളൊക്കെ ഒരു കെട്ടുകഥയായിട്ടും ഈ പൂമ്പാറ്റ കളിക്കൊടുക്ക അല്ലെങ്കിൽ ബാലരമ അത് പഠിക്കുന്ന പോലെയാണ് നമ്മൾ ഈ മഹാഭാരതമൊക്കെ പഠിക്കുന്നത്. അതിലോരോ കെട്ടുകഥകളും ഈ സ്പൈഡർമാൻ, സൂപ്പർമാൻ എന്നുള്ള രീതിയിലാണ്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ യഥാർത്ഥ ഭാരതീയരുടെ കഥയാണത്. പാണ്ഡവരെന്ന് പറയുന്നത് ഭാരതീയരായിരുന്നു. ഈ വലിയ വലിയ ചക്രവർത്തിമാരെ അവരൊക്കെ ഭാരതീയരായിരുന്നു. അവരെല്ലാം ഇന്ത്യൻസാണ്. പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ രാജ്യം മാത്രമല്ല, ഈ ലോകം മുഴുവൻ ഇന്ത്യയായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ശരിക്കും സ്വാമിക്ക് വട്ടാണ്. അന്നേരം നമ്മുടെ ഭാരതഖണ്ഡമായിരുന്നു നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത്. ഈ ഭാരതഖണ്ഡം ഭാരതവർഷത്തിലെ ഭാഗമായിരുന്നു.